മുൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന വാക്ക് ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ചെറിയ പ്രളയ സദൃശ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലൊരു റവന്യൂ വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് MLA-മാർക്കുൾപ്പെടെ തോന്നാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കേണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ ഞങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ ബഹുമാന്യരായിട്ട് 2 MLA-മാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ ഇടയായതായി കാണാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ നമുക്ക് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല. കേരളം 2018 അനുഭവം വെച്ച് കേവലം IMD-യുടെ മാത്രമല്ല, GFS-ഉം IBM വെതറും സ്കൈമെറ്റും ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന ഏജൻസികളുടെ പോലും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. മിന്നൽ പ്രളയം എന്ന വാക്ക് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് റെഡിയാക്കിയത് കൊണ്ട് ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയാവുന്ന ഒരു മിന്നൽ പ്രളയം ഇന്ന് കേരളത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങളുണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും സജ്ജമാവുക എന്നതല്ലേ നമ്മുടെ ചുമതല. ഞാനിപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴും TV കാണുകയാണ്, വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ പറയുന്നു, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, സംവിധാനങ്ങളില്ല, ബാത്റൂമില്ല, ആളുകൾക്ക് മരുന്ന് കിട്ടുന്നില്ല. എന്ത് ഇങ്ങനെ സംവിധാനങ്ങൾ? നിലപാടുകളില്ലാത്തത് കൊണ്ടാണോ? സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി STRF-ൽ നിന്നുള്ള സംഖ്യ പഞ്ചായത്തുകൾക്ക് ഉപയോഗിക്കാൻ അനുവാദം കൊടുത്ത സംസ്ഥാനമാണ് ഈ കേരളം. 2019 ക്യാമ്പുകൾ തയ്യാറാക്കാൻ 1 ലക്ഷം രൂപ, എക്യുപ്മെന്റുകൾ മേടിക്കാൻ പഞ്ചായത്തുകൾക്ക് 1 ലക്ഷം രൂപ, ഓരോ വാർഡുകൾക്കും 25,000 രൂപയുടെ പ്രത്യേകമായ സംവിധാനം, കോർപ്പറേഷൻ 5 ലക്ഷം രൂപയുടെ പ്രത്യേകമായ ഒരുക്കങ്ങൾ. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരിക്കുന്ന കാലത്ത് ജൂൺ മാസത്ത് തന്നെ കേരളത്തിലെ ഏത് കളക്ടറോട് ചോദിച്ചാലും ആ ജില്ലയിലുള്ള ക്യാമ്പ് ഓഫീസുകൾ ഏതൊക്കെ, അവിടെ വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ, ബാത്റൂം ഉണ്ടോ, അതിൻ്റെ ചുമതലക്കാരൻ ആരൊക്കെ, കൃത്യമായി തീരുമാനം എടുക്കുമല്ലോ. 25,000 രൂപ വീതമുള്ള വില്ലേജുകൾക്ക് നൽകുന്ന ധനസഹായം ജൂൺ മാസം ആകുമ്പോഴേക്കും നൽകുമല്ലോ. ഈ വിധത്തിൽ എന്തേ ഇതിന് പറ്റിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന എന്നെ അത്ഭുതപ്പെടുത്തി. ഒറീസ മോഡൽ. എന്തിനാണ് ഒറീസ മോഡൽ? വാണിംഗ് സിസ്റ്റം അഥവാ കവചം ഞങ്ങളുടെ സംസ്ഥാനത്തേക്ക് നടപ്പിലാക്കാൻ തരണം എന്ന് പറഞ്ഞുകൊണ്ട് 6 കത്താണ് ഒറീസ സംസ്ഥാനം കേരളത്തിന് അയച്ചിട്ടുള്ളത്. വാണിംഗ് സിസ്റ്റം, കേരളം നടപ്പിലാക്കിയിട്ടുള്ള വാണിംഗ് സിസ്റ്റം ഞങ്ങൾക്ക് തരണം. ഒറീസയെ മോഡലാക്കുക ചിലപ്പോൾ ഇവാക്വേഷനിലായിരിക്കാം. ഇവാക്വേഷൻ ഒറീസയിൽ നടപ്പിലാക്കുന്നതിന്റെ പിന്നിൽ കടലും ആൾതാമസവും തമ്മിൽ 500 മീറ്ററിന്റെ വ്യത്യാസമുള്ള ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനമാണ് ഒറീസ. കേരളത്തെ പോലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളുള്ള ഒരു സ്ഥലമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നടപടിക്രമങ്ങളിൽ പഞ്ചായത്ത് തല ദുരന്ത ലഘൂകരണ പ്ലാൻ നടപ്പിലാക്കിയിട്ടുള്ള കേരളത്തിൽ അത് ആവശ്യമായ വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം.